എസ്തർ 2-ാം അധ്യായം. ബൈബിൾ ക്വിസ്. ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം. ശൂഷൻ രാജധാനിയിലെ അന്തപുര പാലകനായ ഷണ്ഡനാര്? ഉത്തരം ഹേഗായി. രണ്ടാമത്തെ ചോദ്യം. സൗന്ദര്യമുള്ള യുവതികളായ കന്യകമാരെ അന്വേഷിക്കുവാൻ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലും ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ച രാജാവ് ആര്? ഉത്തരം അഹശ്വേരോശ്. മൂന്നാമത്തെ ചോദ്യം. ശൂഷൻ രാജധാനിയിലുണ്ടായിരുന്ന ബെന്യാമീന്യനായ കീശിന്റെ മകനായ ശിമെയിയുടെ മകനായ യായീരിന്റെ മകനായ യഹൂദനാര്? ഉത്തരം മൊർദെഖായി. നാലാമത്തെ ചോദ്യം. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ടുപോയ യഹൂദ രാജാവാര്? ഉത്തരം യെഖൊന്യാവ്. അഞ്ചാമത്തെ ചോദ്യം. യഹൂദ രാജാവായ യെഖൊന്യാവോടുകൂടെ നെബൂഖദ്നേസർ യെരുശലേമിൽ നിന്ന് പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോയവരുടെ കൂട്ടത്തിൽ പേർ പറഞ്ഞിരിക്കുന്നത് ആരുടെ? ഉത്തരം കീശ്. ആറാമത്തെ ചോദ്യം. തൻ്റെ ചിറ്റപ്പൻ്റെ മകളായ എസ്തർ എന്ന ഹദസയ്ക്ക് അമ്മയപ്പന്മാർ ഇല്ലായ്ക കൊണ്ട് അവളെ വളർത്തിയിരുന്നതാര്? ഉത്തരം മൊർദെഖായി. ഏഴാമത്തെ ചോദ്യം. ഈ യുവതി രൂപവതിയും സുമുഖിയുമായിരുന്നു. ഏതു യുവതി? ഉത്തരം എസ്തർ. എട്ടാമത്തെ ചോദ്യം. ആ യുവതിയെ അവന് ബോധിച്ചു. അവളോട് പക്ഷം തോന്നി. അവൻ അവളുടെ ശുദ്ധീകരണത്തിന് വേണ്ടുന്ന വസ്തുക്കളെയും ഉപജീവന വീതത്തെയും രാജധാനിയിൽ നിന്ന് കൊടുക്കേണ്ടുന്ന 7 ബാല്യക്കാരത്തികളെയും അവൾക്ക് വേഗത്തിൽ കൊടുത്തു. അവളെയും അവളുടെ ബാല്യക്കാരത്തികളെയും അന്തപുരത്തിലെ ഉത്തമമായ സ്ഥലത്താക്കി. ആരെ? ഉത്തരം ഹേഗായി എസ്തറിനെ. ഒൻപതാമത്തെ ചോദ്യം. എസ്തർ എന്ത് അറിയിക്കരുത് എന്നാണ് മൊർദെഖായി അവളോട് കൽപ്പിച്ചിരുന്നത്? ഉത്തരം തൻ്റെ ജാതിയും കുലവും. പത്താമത്തെ ചോദ്യം. എസ്തറിൻ്റെ സുഖവർത്തമാനം അറിയേണ്ടതിന് ദിവസം പ്രതി അന്തപുരത്തിൻ്റെ മുറ്റത്തിനു മുമ്പാകെ നടന്നുകൊണ്ടിരുന്നതാര്? ഉത്തരം മൊർദെഖായി. 11ാമത്തെ ചോദ്യം. ശുദ്ധീകരണത്തിനു വേണ്ടി നിയമപ്രകാരം ഓരോ സ്ത്രീക്കും നൽകിയ തൈലം ഏത്? ഉത്തരം മൂർ തൈലം. 12ാമത്തെ ചോദ്യം. വെപ്പാട്ടികളുടെ പാലകനായിരുന്ന രാജാവിൻ്റെ ഷണ്ഡനാര്? ഉത്തരം ശയസ്ഗസ്. 13ാമത്തെ ചോദ്യം. അബീഹയിലിൻ്റെ മകൾ ആര്? ഉത്തരം എസ്തർ. 14ാമത്തെ ചോദ്യം. എസ്തറിനെ അഹശ്വേരോശ് രാജാവിൻ്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നതെന്ന്? ഉത്തരം തൻ്റെ വാഴ്ചയുടെ 7-ാം ആണ്ട് തേബേത്ത് മാസമായ 10-ാം മാസത്തിൽ. 15ാമത്തെ ചോദ്യം. രാജാവ് അവളെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു. സകല കന്യകമാരിലും അധികം കൃപയും പക്ഷവും അവളോട് തോന്നിയിട്ട് അവൻ രാജകിരീടം അവളുടെ തലയിൽ വച്ച് വസ്തിക്കു പകരം രാജ്ഞിയാക്കി. ആരെ? ഉത്തരം എസ്തറിനെ. 16ാമത്തെ ചോദ്യം. അവൻ സംസ്ഥാനങ്ങൾക്ക് ഒരു വിമോചനവും കൽപ്പിച്ചു. രാജപദവിക്കൊത്തവണ്ണം സമ്മാനങ്ങളും കൊടുത്തു. ആര്? എപ്പോൾ? ഉത്തരം അഹശ്വേരോശ് രാജാവ് തൻ്റെ സകല പ്രഭുക്കന്മാർക്കും ഭൃത്യന്മാർക്കും എസ്തറിൻ്റെ വിരുന്നായിട്ട് ഒരു വലിയ വിരുന്ന് കഴിച്ചപ്പോൾ. 17ാമത്തെ ചോദ്യം. മൊർദെഖായിയുടെ അടുക്കൽ വളർന്നപ്പോഴത്തെ പോലെ പിന്നെയും അവൻ്റെ കൽപ്പന അനുസരിച്ചു പോന്നതാര്? ഉത്തരം എസ്തർ. 18ാമത്തെ ചോദ്യം. അഹശ്വേരോശ് രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ തരം അന്വേഷിച്ചു വന്ന വാതിൽ കാവൽക്കാരായ ഷണ്ഡന്മാരാരെല്ലാം? ഉത്തരം ബിഗ്താനും തേരശും. 19ാമത്തെ ചോദ്യം. ബിഗ്താൻ്റെയും തേരശിൻ്റെയും വസ്തുത അഹശ്വേരോശ് രാജാവിനെ ഗ്രഹിപ്പിച്ചതാര്? ഉത്തരം എസ്തർ. 20ാമത്തെ ചോദ്യം. രാജാവ് അന്വേഷണം ചെയ്താറെ ബിഗ്താൻ്റെയും തേരശിൻ്റെയും കാര്യം സത്യമെന്ന് കണ്ട് അവരെ 2 പേരെയും എന്തു ചെയ്തു? ഉത്തരം കഴിവിന്മേൽ തൂക്കിക്കളഞ്ഞു.
21-ാമത്തെ ചോദ്യം. 2-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 23. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.